നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ACU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന ഇൻഫോർമാറ്റിക്കായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇറ്റ്സ് മീ അസുമോൻ ഫ്രം ACU വിഷൻ. ഇത് സുന്ദര വർണ്ണങ്ങൾ നിറയുന്ന ലോകം. ഈ ലോകത്തെ പുത്തൻ അറിവുകൾ നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ എന്നും വൈകിട്ട് 7 മണിക്ക് തന്നെ സൗജന്യമായി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കെട്ടഴിക്കുന്നത് എന്നാണ്. ഒരു അടിപൊളി ഒരു കിടക്കാച്ചി സെറ്റോപ്പ് ബോക്സ് തന്നെയാണ്. ഒരുപാട് പേർക്ക് അറിയാം, പല മോഡലിലും പല വിലയിലുമുള്ള ഒരുപാട് സെറ്റോപ്പ് ബോക്സുകൾ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സെറ്റോപ്പ് ബോക്സ് ആണ് ഇത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷമീർ ഫ്രം മലേഷ്യയിൽ നിന്നാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ പേര് ഫ്രീസാറ്റ് എന്ന കമ്പനിയുടെ സെറ്റോപ്പ് ബോക്സ് ആണ്. ഫ്രീസാറ്റ് V7 കോംബോ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. V7 കോംബോ. ഈ കോംബോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DvB S2 ഒപ്പം DvB T ആൻഡ് T2. ഇതാണ് ഈ ഒരു കോംബോ എന്ന ഒരു മോഡൽ നെയിം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് നോക്കാം. ഫ്രീസാറ്റിൻ്റെ V7 കോംബോ എന്ന ഈ ഒരു അടിപൊളി സെറ്റോപ്പ് ബോക്സ്, അതായത് സെറ്റോപ്പ് ബോക്സുകളുടെ മാർക്കറ്റിൽ വിലയിൽ നല്ല മുന്തി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഫ്രീസാറ്റിൻ്റെ ബ്രാൻഡുകളെല്ലാം. അപ്പോൾ ഇതിൻ്റെ മെമ്മറി, അതായത് ഫ്ലാഷ് മെമ്മറി വരുന്നത് 64 MB ആണ് അതിൻ്റെ റോം വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റാം വരുന്നത് DDR3യിലുള്ള 1 GB റാമാണ് വരുന്നത്. DDR3 ഷോക്കറ്റ് വരുന്ന മോഡൽ ഉള്ള 1 GB റാം വരുന്നത്. അതുപോലെ തന്നെ ടൂണറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ഇത് DvB S ആൻഡ് S2. അത് HD ആൻഡ് SD സപ്പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ DvB T ആൻഡ് T2 HD ആൻഡ് SD സപ്പോർട്ടബിൾ ആണ്. മെയിൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ചിപ്സെറ്റ് ആണ്. ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡഡ് ചിപ്സെറ്റുകൾ അലി, സൺപ്ലസ് പോലെയുള്ള ചിപ്സെറ്റ് നല്ല ചിപ്സെറ്റുകളാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് അലി ചിപ്സെറ്റ് ആണ്. അലി ചിപ്സെറ്റിൻ്റെ മോഡൽ വരുന്നത് 3606 എന്ന മോഡലാണ്. 3606 എന്ന ചിപ്സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇത് PVR, അതായത് പേഴ്സണൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് വീഡിയോസ്, അതിൻ്റെ TV പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. വൈഫൈ എനേബിൾ ആണ്. 3G ഡോങ്കിളുകൾ നമുക്ക് യൂസ് ചെയ്യാം. IPTV യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ്, യൂഫോൺ പോലെയുള്ള ആപ്ലിക്കേഷനും മറ്റും നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലോഗോൺ ചെയ്യുക www.freesat.cn എന്ന വെബ്സൈറ്റ്. ഏകദേശം ഒരു 6000-ഓളം റേഡിയോ ആൻഡ് TV ചാനലുകൾ സേവ് ചെയ്ത് വെക്കാനുള്ള ബാക്കപ്പ് ഉണ്ട്. 6000 ചാനലുകൾ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ USB നെറ്റ് വഴിയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള USB-യിലുള്ള പല പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. അത് സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റുകൾ, നമ്മുടെ USB-യിലുള്ള കളക്ഷൻ്റെ ഫോർമാറ്റുകൾ ഏതെല്ലാമാണ് സെറ്റോപ്പ് ബോക്സ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പെൻ ഡ്രൈവിലുള്ള പ്രോഗ്രാമുകൾ MKV ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. MP4, AVI, FLV, F4V, TS, M2 TS, MOV, 3GP, ഓഡിയോ ആണെങ്കിൽ MP3, പിക്ചേഴ്സ് ആണെങ്കിൽ JPG, BMP, PNG, GIF ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചില സെറ്റോപ്പ് ബോക്സുകൾ RS-232 പോർട്ട്
ഉള്ളതായിരിക്കാം. അപ്പോൾ ഈ RS-232 പോർട്ട്, അതുപോലെ തന്നെ CA സ്ലോട്ട്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, CA സ്ലോട്ട് നമുക്ക് ആവശ്യമില്ല, എങ്കിലും CA സ്ലോട്ട് RS-232 പോർട്ട് ഇതേ സെയിം മോഡൽ തന്നെ ഉള്ളതും ഇല്ലാത്തതും കാണാൻ സാധിക്കും. അപ്പോൾ അതിന് കാരണം അതിൻ്റെ സെല്ലേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റിൽ സെല്ലേഴ്സിനൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സെറ്റ് ബോക്സിൽ RS-232 പോർട്ട് വരുന്നതും CA സ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നത്, സ്ലോട്ട് വരുന്നത് ഒരേ പേരിൽ തന്നെ ഇത് ഡിഫറെൻറ്റ് ടൈപ്പിൽ മാറി കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല സെല്ലർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ബോക്സുകളെ പറ്റിയും അതുപോലെ തന്നെ LNB, വൈഫൈ ഡോങ്കിൾ, DP മീറ്റർ, ഇതൊക്കെ വില കുറഞ്ഞ മാന്യമായ വിലയിൽ ലഭിക്കാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ദയവായി നിങ്ങൾ ലോഗോൺ ചെയ്യുക www.facebook.com/ACU നെറ്റ്വർക്ക് എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടും. അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിങ്ങളുടെ സ്വന്തം മാസം മോൻ വിട വാങ്ങുന്നു. സാനി. Welcome to ACU Vision, the solution of entertainment news. YouTube certified vlogger and social media consultant. Subscribe to my channel to get updates on my latest Malayalam videos in all tech domains including tutorials, dish, satellite, set-top box, television technology, mobile and computer technology, social media and government services, music, news, apps, gadgets, automobile technology, spoken English classes, how-to and troubleshooting. Disclaimer: this channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only.